ഹായ് എവരിവൺ. ഡിസംബർ മാസം ഒരു ജെഇ ആസ്പിരന്റിനെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷന്റെ മാസമാണ്. പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലർ നിങ്ങളോട് പറയും നിങ്ങൾ കുറെ കോൺസെപ്റ്റുകളെല്ലാം കവർ ചെയ്യുക, മാക്സിമം കോൺസെപ്റ്റ് ഡെപ്ത് ആക്കുക, നിങ്ങൾ കൂടുതലായി മോക്ക് എക്സാമ്പിൾ എഴുതിയാൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറയും. ചിലർ പറയും നിങ്ങൾ വേറെ പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട, നിങ്ങൾ റിവിഷൻ മാത്രം ചെയ്താൽ മതി എന്ന് പറയും. ഒരു പരിധിവരെ ജെഇ എക്സാം നമ്മുടെ ജനുവരിയുടെ അവസാനത്തേക്കാണ് എത്തുന്നത്. നമുക്കിനി ഒരു 1.5 മാസം 2 മാസം സമയമുണ്ട്. എന്താണ് നമ്മൾ ഈ ഒരു മാസം ചെയ്യേണ്ടത്? ഇതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ മുൻപോട്ട് ആലോചിക്കുന്നത്. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ മാത്രം സിറ്റുവേഷനാണ്. നിങ്ങൾ വേറെ ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ആൾക്കാരുടെ കോൺസെപ്റ്റ് ലെവലും അവരുടെ സ്ട്രാറ്റജിയും അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ ആപ്ലിക്കബിൾ ആവണം നിർബന്ധമില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നോ അത് നിങ്ങളുടെ ഷെഡ്യൂളിലേക്കും നിങ്ങളുടെ പ്ലാനുകളിലേക്കും റെപ്ലിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കേണ്ടതില്ല. കോൺസെപ്റ്റ് ക്ലാരിറ്റി നമ്മൾ ഫോക്കസ് ചെയ്യണം. എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഒരു വലിയ ചാപ്റ്റർ ആദ്യം തുടങ്ങി അവസാനം വരെ പഠിക്കുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ പ്ലാൻ. ഫോർ എക്സാമ്പിൾ, ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ മുഴുവനായി പഠിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും. പക്ഷെ അതിൽ കെമിക്കൽ ഇക്വിലിബ്രിയം മാത്രം പഠിക്കുക കമ്പാരിറ്റീവ്ലി ചെറിയ സമയത്തിൽ, എന്നാൽ നിങ്ങൾക്ക് മാർക്ക് ഗ്യാരണ്ടി ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അപ്പൊ അത് പഠിച്ചെടുക്കാം. ചില ചാപ്റ്ററുകൾ ചിലപ്പോൾ നിങ്ങൾ ഒരു 80% പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ചാപ്റ്ററുകൾ 100% ആക്കുക എന്നുള്ളത് ഈ ഒരു ടൈം ഡ്യൂറേഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കോൺസെപ്റ്റ് കവറേജ് ആവശ്യമാണ്. പക്ഷേ നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അനുസരിച്ച് ചെറിയ ചെറിയ ടോപ്പിക്കുകൾ കവർ ചെയ്യുക, മിസ്സിംഗ് ലിങ്കുകൾ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കോൺസെപ്റ്റ് ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്തെടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരിക്കലും ഒരു വലിയ ടോപ്പിക്കോ അല്ലെങ്കിൽ 2-3 ചാപ്റ്ററുകൾ ഒരുമിച്ചായിട്ട് കവർ ചെയ്യാം എന്നൊരു പ്ലാൻ അല്ല നിങ്ങൾ ഈ ഒരു സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അടുത്തത് റിവിഷനാണ്. റിവിഷൻ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം, എസ്പെഷ്യലി ഡിസംബറിൽ, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും എക്സാം ഹാളിൽ അത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ നിങ്ങൾക്ക് മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എത്ര ഫ്രീക്വന്റ് ആയിട്ട് റിവൈസ് ചെയ്യാമോ അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് റിവൈസ് ചെയ്യാം. അപ്പോൾ പിറ്റേ ദിവസത്തേക്കും അല്ലെങ്കിൽ ഇനി ഒരാഴ്ചത്തേക്കും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഒരാഴ്ച റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഒരു ദിവസത്തിന് മുൻപോ അല്ലെങ്കിൽ ഒരാഴ്ചയുടെ മുൻപോ പ്രോപ്പറായി പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പി ബ്ലോക്ക്, DNF, അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ അവസാനത്തെ ഭാഗം, ഇതൊക്കെ നിങ്ങൾ NCERT വായിച്ച് NCERT സ്റ്റേറ്റ്മെന്റുകൾ ഫെമിലിയർ ആവേണ്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ബേസിൽ അത് ഷെഡ്യൂൾ ചെയ്യാം. മൺഡേ ഗ്രൂപ്പ് 13 and 14, ട്യൂസ്ഡേ 14 and 15, അങ്ങനെ നിങ്ങൾക്ക് ഗ്രൂപ്പുകളായിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം. 2 ദിവസത്തേക്ക് DNF നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ പ്രോപ്പറായി പ്ലാൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ റിവിഷൻ നടത്താൻ. അല്ലാതെ റാൻഡംലി റിവിഷൻ ചെയ്യുകയാണെങ്കിൽ അതും ചില ടോപ്പിക്കുകൾ കൂടുതൽ വെയിറ്റേജോടുകൂടെ റിവൈസ് ചെയ്യുകയും ചിലത് നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പർ പ്ലാൻഡ് റിവിഷനാണ് റിവിഷന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന, നിങ്ങൾക്ക് മനസ്സിൽ എന്തായാലും ഉറച്ചുപോയ ചില കാര്യങ്ങളുണ്ടാകും. അവിടെ നിങ്ങൾക്ക് റിവിഷന്റെ എമൗണ്ട് കുറയ്ക്കാം. പകരം നിങ്ങൾ ഫെമിലിയാരിറ്റി കുറഞ്ഞ ടോപ്പിക്കുകൾക്ക് കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് റിവിഷൻ കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തൊരു കാര്യം മോക്ക് ടെസ്റ്റുകളാണ്. നിങ്ങളുടെ സ്ട്രാറ്റജി റെഡി ആവുന്നത് മോക്ക് ടെസ്റ്റുകൾ വഴിയാണ്. എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ എഴുതാമോ പീരിയോഡിക്കലി അത് എഴുതുക. ഓരോ മോക്ക് ടെസ്റ്റിൽ നിന്നും അടുത്ത മോക്ക് ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ വരുത്തേണ്ട ഇമ്പ്രൂവ്മെന്റുകളെന്ന് നിങ്ങൾ ട്രാക്ക് ചെയ്യുക, നിങ്ങളുടെ മിസ്റ്റേക്കുകൾ അനലൈസ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ കുറേ GABകളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി പരമാവധി ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ കൂടുതലായി മിസ്റ്റേക്കുകൾ വരുന്നത് കെയർലെസ്നെസ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് ന്യൂമറിക്കൽ മിസ്റ്റേക്കുകളായിരിക്കും കൂടുതൽ, ചിലത് വായിക്കുന്നതിലെ ക്ലാരിറ്റി കുറവായിരിക്കും. എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് പാറ്റേൺ എന്ന് അനലൈസ് ചെയ്യുക, അത് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, റിവിഷൻ വേണം, കോൺസെപ്റ്റ് കവറേജ് വേണം, അതുപോലെ മോക്ക് എക്സാമ്പിൾ വേണം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ട ലെവലിൽ, ഒപ്റ്റിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു 1.5 മാസം നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ പറയും റിവിഷൻ മാത്രം ഫോക്കസ് ചെയ്യുക, പഠിച്ച ടോപ്പിക്കുകൾ മാത്രം പിന്നീട് ഒന്നുകൂടെ പഠിക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം കണ്ടറിഞ്ഞ് അതനുസരിച്ച് വേണം നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. പ്ലാനിങ് ഈസ് വെരി ക്രൂഷ്യൽ. നമ്മൾ റാൻഡംലി ഇന്ന് ഇത് ചെയ്യാം, നാളെ അത് ചെയ്യാം, അങ്ങനെയല്ല. ഓരോ ദിവസവും ടൈം നിങ്ങൾ ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്കുകൾ, ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറ്റൈനബിൾ ടാർഗറ്റ് വെച്ച് കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. റെഗുലർ ആയിട്ട് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. പീരിയോഡിക്കലായി നിങ്ങളുടെ മോക്ക് എക്സാമുകൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. കൂടുതൽ ടിപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.